ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സാർ, ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസിലേക്ക് തന്നെ ആദ്യം കിടക്കാം. ഇന്നൊരു എക്സ്പയറി ഡേ കൂടിയാണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 25,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആദ്യ മിനിറ്റിൽ സാധിക്കുന്നു. ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ ഇൻഡീസസുകളിലൊക്കെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിലേക്ക് മാറുകയാണ്. അഗെയിൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും ഒരു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. 82 പോയിന്റുകളുടെ ഒരു മുന്നേറ്റമാണ് ആദ്യ മിനിറ്റിൽ കാണാൻ സാധിക്കുന്നത്. 55,781 എന്നുള്ളൊരു ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഏതായാലും എന്നത്തെയും പോലെ ഇന്നും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ തന്നെയുണ്ട്. അതിൽ മറ്റ് പ്രധാനപ്പെട്ട മാർക്കറ്റ് റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തവണ പാർലമെൻറ്റിൽ നടക്കുന്ന കുറച്ചധികം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഒത്തിരി കാര്യങ്ങളിൽ ഒരുപാട് ബില്ലുകൾ വരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നലെ ഒരു ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടുന്ന ജനപ്രതിനിധികളെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ അധികാരം നൽകുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനമന്ത്രിയെ വരെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട് എന്നാണ് ആ ഒരു ബില്ലിൽ പറയപ്പെടുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇതിനെ ബില്ല് വലിച്ചു കീറി എറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ഈ ബില്ലിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. സാർ, ഇത്തരത്തിൽ ഇത്തവണ ഒരുപാട് കാര്യങ്ങൾ പാർലമെൻറ്റിൽ ഉണ്ട്. ഈ ഒരു ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, ബില്ല് അവതരിപ്പിക്കുന്നു. അതിൽ ഒരു ജനപ്രതിനിധികളുടെയും മറ്റും അംഗീകാരം തേടുകയാണ്. ഈ കാര്യങ്ങളെയൊക്കെ തന്നെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജാസ്മിൻ, ആദ്യം തന്നെ 2 ആഴ്ച മുമ്പേ ഇപ്പോൾ എൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയതായിട്ട് നമ്മളിവിടെ ഓപ്പണിംഗ് ഹൗസിൽ ഷെയർ ചെയ്തിരുന്നു. അതായത് ഇപ്രാവശ്യത്തെ പാർലമെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു ബില്ല് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് പതിവില്ലാതെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ഇൻഡിവിജ്വലി നമ്മുടെ പ്രസിഡൻറ്റിനെ കാണാൻ പോയിരുന്നു. ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റിനെ കുറിച്ചായിരിക്കും. അത് മാത്രമല്ല, ഒരു മാർക്കറ്റിൽ ഒരു ബസ് ഉണ്ടായിരുന്നു. എനിക്കും അതിൻ്റെ ഫീഡ് കിട്ടി. നമ്മളിവിടെ ഓപ്പണിംഗ് ഹൗസിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്തോ ഒരു കാര്യം നമ്മുടെ പാർലമെൻറ്റിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. അത് നമ്മൾ ഉറ്റുനോക്കുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ബില്ലാണ്. ഇപ്പം നമുക്ക് അതിനകത്ത് യാതൊരു സേയും ഇല്ല. നമ്മൾ ഭരണപക്ഷത്തിൻ്റെ കൂടെയില്ല, പ്രതിപക്ഷത്തിൻ്റെ കൂടെയില്ല. കാര്യം നമുക്ക് ഇതുകൊണ്ട് യാതൊരു പ്രോഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ ഇന്ന വശത്ത് നിന്നോ അപ്പുറത്ത് വശത്ത് നിന്നോ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ്, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഇതിനകത്തില്ല. നമുക്ക് സന്തോഷകരമായിട്ട് നമുക്ക് പോകേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഈ GST റാഷണലൈസേഷൻ, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഈ പറഞ്ഞ പോലെ GST കുറയ്ക്കുക, അല്ലെങ്കിൽ മിനറൽസ് ആൻഡ് മൈനിങ്ങിൻ്റെ ബില്ലിനെ കുറിച്ച് ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ വീണ്ടും അതിലേക്ക് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാര്യം ഇപ്രാവശ്യം ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. ഇപ്രാവശ്യത്തെ പാർലമെൻറ്റിൽ ഒരുപാട് ഒരുപാട് ബില്ലുകൾ അവതരിപ്പിച്ചു എന്നുള്ളത്. അതായത് ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടപ്പാക്കുന്ന രീതിയിലുള്ള ബില്ലുകൾ. കാര്യം അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന പോലെ GSTയുടെ കാര്യം പറഞ്ഞു. ഉടൻ തന്നെ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കുന്നു. അതുകൂടാതെ റെയർ എർത്ത് മിനറൽസിന് ഏതാണ്ട് 1200 പ്രോജക്റ്റുകളിൽ നമ്മൾ ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു വെച്ചു. റെയർ എർത്ത് മിനറൽസിന് അല്ലെങ്കിൽ മിനറൽസ് മൈനിങ്ങിന് വേണ്ടിയുള്ള ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു 2 ആഴ്ചയാണിത്. നമ്മൾ കൂടുതലും സംസാരിച്ചത് ഈ പറയുന്ന പോലെ ട്രംപ്, ചൈന, റഷ്യ, യുക്രൈൻ, ടാരിഫ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡൊമസ്റ്റിക് ആസ്പെക്റ്റിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു. അതിൽ ഒരുപാട് വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെ. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് തന്നെ മാർക്കറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ എക്കണോമിയെക്കുറിച്ചും പാർലമെൻറ്റിൽ നടക്കുന്ന എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ബില്ലുകളെക്കുറിച്ചും പറയുന്നതിന് മുമ്പേ തന്നെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നലെ ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ അമേരിക്കയിൽ MPC മീറ്റിങ്ങിൻ്റെ FOMC മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സും പുറത്തു വന്നു. നമ്മുടെ ഇവിടെ MPCയുടെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സും പുറത്തു വന്നു. അപ്പോൾ നമുക്ക് FOMC മീറ്റിംഗ് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് തൽക്കാലം ഇന്ത്യൻ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നത് വെച്ചാൽ, ഈ ഗ്രോത്തിൻ്റെ കാര്യത്തിനെക്കുറിച്ച് അവരൊരു കോഷ്യസ് ഓപ്റ്റിമിസമാണ്. FY26 GDP ചിലപ്പോൾ അവർ റിവൈസ് ചെയ്യുന്നത് ഡൗൺവേർഡ് ആയിരിക്കാം എന്നുള്ളൊരു ഇൻഡിക്കേഷനിലാണ് അവർ പറഞ്ഞ കാര്യം വെച്ചാൽ, ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ വരണമെന്നും അതുമാത്രമല്ല നേരത്തെ വന്ന റേറ്റ് കട്ട്സ് എങ്ങനെയാണ് എക്കണോമിയെ ഇമ്പാക്റ്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അവർ ചെറിയൊരു ആശങ്ക പ്രകടിപ്പിച്ചു. അതുമാത്രമല്ല കോർ ഇൻഫ്ലേഷൻ മിക്കവാറും 4% മുകളിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ളതാണ് ഇന്നലെ MPCയിൽ പറഞ്ഞു വെച്ചത്. ബട്ട്
ഇൻസിഡൻ്റ്ലി ഇത് പണ്ട് വന്നതാണ്. മിനിറ്റ്സ് ഇന്നലെയാണ് വന്നെങ്കിൽ പോലും മീറ്റിംഗ് നേരത്തെ നടന്നതാണ്. അതിനുശേഷം ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരുപാട് വെള്ളം ഒലിച്ചു പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിൽ എന്ത് സംഭവിച്ചു? നമുക്ക് ഈ ഓഗസ്റ്റ് 15 പ്രൈം മിനിസ്റ്റർ GST റാഷണലൈസേഷനെ കുറിച്ച് സംസാരിച്ചതോടുകൂടി ചിലപ്പോൾ ഇൻഫ്ലേഷൻ കൺസേൺസ് ഭയങ്കരമായിട്ട് കുറയും. കാര്യം പ്രോഡക്ട്സിൻ്റെ വില കുറയും. അതുമാത്രമല്ല ഓയിൽ ഭയങ്കരമായിട്ട് കയറുന്നില്ല. ഇന്ത്യ വിൽ കണ്ടിന്യൂ ടു ബൈ റഷ്യൻ ഓയിൽ. അപ്പോൾ നമ്മുടെ ഇൻപുട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വില കുറയും. നമ്മൾ ചൈനയായിട്ട് ഒരു നല്ല ടേംസിൽ പോകാൻ നേരത്ത് ഒരുപാട് റോ മെറ്റീരിയൽസ് വില കുറച്ച് കിട്ടും. നമ്മുടെ ഇൻട്രസ്റ്റ് ഓൾറെഡി കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക ഇൻപുട്ട് റോ മെറ്റീരിയൽസ് ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഓയിൽ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ കുറയും. പ്രോഡക്റ്റുകളുടെ വിലയും കുറയുമ്പോൾ മിക്കവാറും ഇൻഫ്ലേഷൻ താഴേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം 2 ദിവസം മുമ്പേ 3 ദിവസം മുമ്പേ സംഭവിച്ചു. എന്നാൽ കുറച്ച് നാൾ മുമ്പേ നടന്നതാണ് MPCയുടെ മീറ്റിംഗ്. അപ്പോൾ MPCയുടെ മീറ്റിംഗ് വായിക്കുമ്പോൾ കൺസേൺ പറഞ്ഞെങ്കിലും ഏതാണ്ട് ആ കൺസേൺസ് ഒന്നും ഇനി ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവായത് കാരണം നൊമൂറ എന്ന് പറയുന്ന ഫോറിൻ ബ്രോക്കറേജിൻ്റെ ഒരു റിപ്പോർട്ട് വന്നേക്കുന്നു. അതിനകത്ത് പറയപ്പെടുന്നത് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു SBIയുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ SBIയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യക്ക് ഈ GST കൊണ്ട് ബെനിഫിറ്റ് ചെയ്യുന്നത്. ആ ടാരിഫ് ഇമ്പാക്റ്റിനെ കറക്റ്റായിട്ട് നെഗേറ്റ് ചെയ്യാൻ ഈ GST റാഷണലൈസേഷന് പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ കോൾ ചെയ്തിരുന്നു മിക്കവാറും ഒരു 2 റേറ്റ് കട്ടും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ RBI ഈ പറഞ്ഞ പോലെ വീണ്ടും ഈ RBIയുടെ ഈ മിനിറ്റ്സ് വന്നതിന് ശേഷം ഈ GST റാഷണലൈസേഷൻ്റെ എഫക്റ്റും കൂടെ മനസ്സിലാക്കിയിട്ട് നൊമ്യൂറ എന്ന് പറയുന്ന ഫോറിൻ ബ്രോക്കറേജ് വീണ്ടും പറഞ്ഞിരിക്കുന്നു 2 റേറ്റ് കട്ട്, അതായത് ഒക്ടോബറും ഡിസംബറിലും റേറ്റ് കട്ട് വരാനുള്ള ചാൻസസ് വളരെ ഹയറാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ 25 ബേസിസ് പോയിന്റ്സ് വെച്ച് 2 പ്രാവശ്യമായിട്ട് 50 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ടെർമിനൽ റേറ്റ് 5 കീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ആ റേറ്റ് കട്ട് വരും എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്നത് NBFC സെക്ടറിനായിരിക്കും. ഈ NBFC സെക്ടറിന് ശരിക്കും പറഞ്ഞാൽ ഈ RBI റേറ്റ് കട്ട് ബാങ്കിനേക്കാളും ആദ്യം പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് NBFC ആണ്. അത് മാത്രമല്ല ഈ NBFCയുടെ കൂടെ മറ്റുള്ള ഫിനാൻഷ്യൽസിനും ഗുണം ചെയ്യുന്നതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്ന് ബാങ്കുകൾ, പിന്നെ ഒന്ന് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസിലേക്കുള്ള GST കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ എടുത്തു കളയാനായിട്ട് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് റെക്കമെൻഡ് ചെയ്തു എന്നുള്ള. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബീഹാറിലെ ഡെപ്യൂട്ടി CM ഉണ്ടല്ലോ സമ്രാട് ചൗധരി, അദ്ദേഹമാണ് ഈ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കൺവീനർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പ്രപ്പോസ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഹെൽത്തിനും ലൈഫ് ഇൻഷുറൻസിനും ഉള്ള പ്രീമിയത്തിൻ്റെ GST എക്സംപ്റ്റ് ചെയ്യുക ആൻഡ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് എന്നുള്ള രീതിയിലേക്കാണ് അവർ പറഞ്ഞേക്കണമെന്നുള്ള. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞതോടുകൂടിയുള്ളൊരു ഗുണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു RBI റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ NBFCക്ക് ബെറ്ററാണ്. ഇപ്പോൾ ഈ ഇൻഷുറൻസിൽ GST റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനീസിനും ബെറ്ററാണ്. ഇത് കൂടാതെ NBFCക്ക് ഒരു ബെനിഫിറ്റ് കൂടെ വരും. കാര്യം കുറേ NBFCകൾ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻകമും കൂടെ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അതുമാത്രമല്ല ബാങ്കുകളും പല തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രോഡക്റ്റും ക്രോസ് സെല് ചെയ്യുന്നുണ്ട്. അത് കാരണം ബാങ്ക്സിനും ഈ ഇൻഷുറൻസിൽ GST റേറ്റ് കട്ട് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വക ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നത് എന്താ? ഒരു ഫിനാൻഷ്യൽസ്, അതായത് NBFC, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളിലെ സ്റ്റോക്കുകൾക്ക് ഇതൊരു ബെനിഫിറ്റായിട്ട് വന്നേക്കാം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ GST പ്രീമിയത്തിനുള്ള GST കുറയ്ക്കുമല്ലോ, ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും കുറയ്ക്കുകയാണെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫിഗർ നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് 9,700 crore പെർ ഇയർ ആയിരിക്കും ഗവൺമെൻറ്റിന് കിട്ടാവുന്ന ഹിറ്റ്. കാര്യം ഇപ്പോൾ 18% നിൽക്കുന്നത്. 18% നിന്ന് 0 ആക്കുകയാണെങ്കിൽ 9,700 crore ആനുവലി ഒരു ഹിറ്റ് ആയിരിക്കും റവന്യൂവിൽ ഉണ്ടാവുക എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ബട്ട് ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ്റിന് ഹിറ്റ് കിട്ടുമെന്ന് വെച്ചാൽ ഹിറ്റ് കിട്ടും, പക്ഷേ കൺസ്യൂമറിന് ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടും. അതായത് 18% ഇനി പ്രോഡക്റ്റിന് കുറയും, അല്ലെങ്കിൽ ഈ പ്രീമിയത്തിൽ കുറയും എന്ന് നമ്മൾ വിചാരിച്ച് കരുതിയിരിക്കുമ്പോൾ ചിലപ്പോൾ അത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. കാര്യം വെച്ചാൽ ഇതിനകത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻപുട്ട് GST ക്രെഡിറ്റ് ഇല്ല. അപ്പോൾ അത് കാരണം വെച്ചാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. അതായത് ഓഫീസ് റെൻറ്റ് കൊടുക്കണം, കമ്മീഷൻസ് കൊടുക്കണം, സോഫ്റ്റ്വെയർ ചാർജസ് കൊടുക്കണം, അവരുടേതായ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അതിനകത്തുണ്ട്. അത് ഇവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ ഫുൾ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് 18% ബെനിഫിറ്റും കസ്റ്റമറിന് കൊടുക്കണമെന്നില്ല. അവരുടെ എക്സ്പെൻസസ് കീപ്പ് ചെയ്തിട്ട് ബാക്കിയായിരിക്കും കൊടുക്കുന്നത്. അത് മിക്കവാറും ഒരു 14-15% ഒരു ബെനിഫിറ്റ് കൺസ്യൂമേഴ്സിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളൂ. അപ്പോൾ അതിനകത്തുള്ള രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ബാങ്കുകൾ, ഇൻഷുറൻസ്,
പിന്നെ NBFCക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഹിഡൻ ആയിട്ടൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ S&P സ്റ്റാൻഡേർഡ് ആൻഡ് പുവറിൻ്റെ റേറ്റിംഗ് ഏജൻസിയുടെ സോവറിൻ റേറ്റിംഗ് ഇന്ത്യ അപ്ഗ്രേഡ് ചെയ്ത് BBB റേറ്റിംഗ് ആക്കി നമ്മൾ പറഞ്ഞല്ലോ. അത് കൂടാതെ തന്നെ അവർ 3 NBFCയുടെ റേറ്റിംഗും അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ബജാജ് ഫിനാൻസ്, L&T ഫിനാൻസ്, ടാറ്റ ക്യാപിറ്റൽ. ഇത് കൂടാതെ 7 ബാങ്കുകളുടെയും റേറ്റിംഗ് അവർ കൂട്ടി എന്നുള്ളത്. അതായത് SBI, ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടെയിൽ വിൻഡുകൾ ഈ ഫിനാൻഷ്യൽ സ്റ്റോക്സിന്, NBFC, ഇൻഷുറൻസ്, ബാങ്കിങ് സ്റ്റോക്കുകളെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കാം. കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കുറയണമെന്ന് വിചാരിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് 25 ബേസിസ് പോയിൻറ്റ്സ് വെച്ച് 2 പ്രാവശ്യം കൂടെ കട്ട് ചെയ്ത് 50 ബേസിസ് പോയിൻറ്റ്സ് കുറയ്ക്കുകയാണ് ഇനി അടുത്തുള്ള 2 മീറ്റിംഗ് എങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കുറയും. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറൊരു ആംഗിളിലേക്ക് ആണെങ്കിൽ ഈ മാർക്കറ്റിലെ ബാഡ് ബോയ് സ്റ്റോക്സ് ഉണ്ടല്ലോ. ഈ ബാഡ് ബോയ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ. ഈ പോപ്പുലർ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് ഒരുപാട് അസറ്റ്സ് ഉണ്ട്, നല്ല ക്യാഷ് ഫ്ലോയും ഉണ്ട്. പക്ഷേ അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് ഡെപ്റ്റ് എടുത്തിരുന്നു എന്ന് വിചാരിക്കാം. അതൊരു മാനേജബിൾ ഡെപ്റ്റാണ്, അല്ലെങ്കിൽ ഇത്തിരി ഹയർ ആയിട്ടുള്ള ഡെപ്റ്റാണെന്ന് വെച്ചോ. ആ കമ്പനികൾക്ക് വളരെ ബെനിഫിറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഞാനിത് സ്റ്റോക്കിന് വേണ്ടിയിട്ടേ പറയില്ല, ചിലപ്പോൾ ഇതായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ GMR അല്ലെങ്കിൽ അഡാനിയുടെ പോർട്സ്, ഇവരൊക്കെ ഒരുപാട് കാശ് എടുത്തിട്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്ത, എന്നാൽ അവർക്ക് അസറ്റ് ഉണ്ടോ? ഈ അസറ്റ് വിൽക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ കടം തീർക്കാം. അപ്പോൾ ആ അസറ്റും ഉണ്ട്. അത് മാത്രമല്ല ഈ അസറ്റ് ഇപ്പം നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ ത്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അസറ്റും ഉണ്ട്, ക്യാഷ് ഫ്ലോ ത്രോ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഡെപ്റ്റ് അവരുടെ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ ഇവരുടെ ഔട്ട് ഫ്ലോ കുറയും. അതായത് ഇവർ അടയ്ക്കേണ്ട EMI അല്ലെങ്കിൽ ബാങ്കിലേക്ക് അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കുറയുന്നില്ല. അപ്പോൾ വലിയ ലോണൊക്കെ ഇപ്പോൾ 2000 കോടി, 3000 കോടി, 5000 കോടിയുടെ ലോൺ എടുക്കുമ്പോൾ മാസം തോറും പോകുന്ന എമൗണ്ട് വലുതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കാരണം അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന പൈസയും വളരെ കൂടുതലാണെന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ട് വരും എന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ തുടക്കം ഒന്ന് തുടങ്ങാമെന്നുള്ള. ഇപ്പോൾ നമ്മൾ US ഹാൻഡ് ഓവർ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഡൗ ജോൺസ് ഏതാണ്ട് 0.04% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.67% ഡൗൺ ആയിരുന്നു, S&P 0.24% ഡൗൺ ആയിരുന്നു എന്നുള്ള. അതായത് 4 ദിവസമായിട്ട് ഒരു ലൂസിങ് സ്ട്രീക്കിലാണ് US മാർക്കറ്റ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നാസ്ഡാക്കിൽ തന്നെ ഈ ടെക് ഹെവി ആയിട്ടുള്ള സ്റ്റോക്സിൽ നല്ല ഒരു സെല്ലിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സെക്ടർ റൊട്ടേഷനാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ ടെക് ഹെവി MAG 7 സ്റ്റോക്സ് അല്ലെങ്കിൽ ടോപ്പ് 10 ടെക് ഹെവി സ്റ്റോക്സിൽ നിന്നൊക്കെ ഒരു സെല്ലിംഗ് നടന്നിട്ട് ആ പൈസ സെക്ടർ റൊട്ടേറ്റ് ചെയ്ത് എനർജി, ഹെൽത്ത് കെയർ, കൺസ്യൂമർ സ്റ്റേപ്പിൾസിൽ കയറുന്നതായിട്ടാണ് കാണുന്നതെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ നാസ്ഡാക്ക് വീഴുന്നതിന് ഒരു കാരണം അതിൻ്റെ പുറകിലുണ്ട്. ആ സെക്ടർ റൊട്ടേഷൻ നടക്കുന്നു എന്ന് തോന്നുന്നു. ഏർലി ഡേയ്സ് ആണ്, ബട്ട് അതാണ് കാരണം എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ FOMC മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പുറത്തു വന്നിരുന്നു എന്നുള്ള. ആ FOMC മീറ്റിംഗ്സിൽ ലാർജർ ഗവർണേഴ്സും അതിനകത്ത് പറഞ്ഞത് റേറ്റ് കട്ട് വേണ്ട, സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞെങ്കിലും 2 ഡിസൻ വോട്ട്സ് ഉള്ളതായിട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇന്നലെയും നമ്മൾ അതൊന്ന് സ്പെക്കുലേറ്റ് ചെയ്തിരുന്നു, അത് അങ്ങനെ തന്നെ നടന്നു എന്നുള്ളതാണ്. പിന്നെ വാൾ സ്ട്രീറ്റ് ജേർണൽ ഒരു ആർട്ടിക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ ട്രംപ് കൂടുതൽ പോളിസി മേക്കിംഗ് കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു എന്നുള്ളതിന് തെളിവുകൾ ഒരുപാട് വരുന്നു. അതായത് ട്രംപ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങി എന്നുള്ള രീതിയിലാണ് വാൾ സ്ട്രീറ്റ് അതിനെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. നമുക്കറിയാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജെറോം പവലിനെ മാറ്റണം എന്ന് പറഞ്ഞു കുറേ നാൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ പോലെ ട്രംപ്. ഇപ്പോൾ അടുത്ത കാലത്തുള്ളൊരു കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിസ കുക്ക് എന്ന് പറഞ്ഞൊരു ഗവർണറുണ്ട്. ആ ഗവർണർ ഫെഡിൻ്റെ ഗവർണറാണ്. ആ ഫെഡ് ഗവർണർ റിസൈൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പ്രഷർ കൊടുക്കുന്നത്. ലിസ കുക്ക് തിരിച്ചു പറയുന്നത് വെച്ചാൽ ഈ ബുള്ളിങ്ങിലൊന്നും ഞാൻ വീഴില്ല, ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ. അതായത് ഓരോരുത്തരുടെ അടുത്ത് റിസൈൻ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ഓരോ ദിവസം കമൻറ്റ് വരുന്നതെന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ്, നമുക്ക് അതിനകത്ത് ചെയ്യൊന്നും ഇല്ല എന്നുള്ള. പിന്നെ US സെക്രട്ടറി ഓഫ് കോമേഴ്സ് ഹോവാർഡ് ലുട്നിക്, ഇതിപ്പോൾ നമ്മൾ ടാരിഫ് തുറന്നതിന് ശേഷം ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി കേട്ടോ. ഈ ഹോവാർഡ് ലുട്നിക്, സ്കോട്ട് ബെസൻറ്റ്, ഇങ്ങനത്തെയൊക്കെ ആൾക്കാരെയൊക്കെ നമുക്ക് എന്നുള്ള മനസ്സിലാക്കിയെന്നുള്ള. അപ്പോൾ അദ്ദേഹം ഈ ഹോവാർഡ് ലുട്നിക്ക് പറയുന്ന കാര്യം വെച്ചാൽ ഗവൺമെൻറ് ഈസ് തിങ്കിങ് ഓഫ് ടേക്കിംഗ് സ്റ്റേക്ക് ഇൻ Intel ആൻഡ് അതർ ചിപ്പ് കമ്പനീസ്. അതായത് ആ ചിപ്പ് കമ്പനീസിൽ ഗവൺമെൻറ് സ്റ്റേക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് പൈസ മുടക്കി സ്റ്റേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡ് എടുക്കുന്നു എന്നവർ പറയുന്നില്ല. പകരം
നമ്മുടെ ഇതുണ്ടല്ലോ കുറേ ഗ്രാൻസ് അവർ കൊടുക്കുന്നുണ്ട്, ഈ ചിപ്പ് ആക്ടിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻസ് കൊടുക്കുന്നുണ്ട് ഈ കമ്പനികൾക്ക്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് സ്റ്റേക്ക് തരണം എന്നുള്ള രീതിയിലാണ് ഹോവാർഡ് ലുട്നിക് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാരണം തന്നെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പുറകിൽ തന്നെ ഇന്റൽ ചീഫിൻ്റെ ആ ഒരു കോൺട്രവേഴ്സിയിലും ട്രംപിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഈ ഹോവാർഡ് ലുട്നിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ആണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ ഇന്റൽ സ്റ്റോക്സ് ഒക്കെ കുറച്ച് നാളായിട്ട് അണ്ടർ പ്രഷർ ആയിരുന്നു എന്നുള്ളതാണ്. മാർക്കറ്റ് US മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് ഉറ്റുനോക്കുന്നത് ഈ ജാക്സൺ ഹോളിലെ സ്പീച്ചാണ്, സിമ്പോസിയത്തിൽ സ്പീച്ചാണ് ഈ വീക്കെൻഡ് നടക്കുന്നു എന്നുള്ളതാണ്. ജെറോം പവലിൻ്റെ സ്പീച്ചിൽ നിന്ന് എന്തൊക്കെ വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സ്പീച്ച് ആയിരിക്കും, കാര്യം അദ്ദേഹത്തിൻ്റെ ടെന്യൂർ അടുത്ത കൊല്ലം തുടക്കത്തിൽ എൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനകത്തൊരു റേറ്റ് കട്ടിന്റെ സാധ്യത സെപ്റ്റംബറിൽ US മാർക്കറ്റ് ഒരു റേറ്റ് കട്ടിന്റെ സാധ്യത ഉണ്ടാകുമോ എന്നതാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ഹി എംഫസൈസ് ഓൺ ഇൻഫ്ലേഷണൽ റിസ്ക് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം റേറ്റ് കട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യം, മറ്റൊന്ന് ഇൻഫ്ലേഷണൽ റിസ്കിന് അദ്ദേഹം എങ്ങനെയായിരിക്കും നോക്കിക്കാണുക എന്നുള്ളത്. തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ താരിഫൊക്കെ ഏർപ്പെടുത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ഡെറ്റാണ്, മറ്റൊന്ന് ഇൻഫ്ലേഷണൽ പ്രഷറാണ്. സോ ഇതിനെ എങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്യാനുള്ള ഒരു പോയിന്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. ജാസ്മിൻ, അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ് ജാസ്മിൻ ഈ പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ ഈ ജെറോം പവലിൻ്റെ സ്പീച്ച് വൈഡ്ലി നമ്മളെല്ലാവരും വാച്ച് ചെയ്യുന്നു പറയുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയോ? അദ്ദേഹം ലാസ്റ്റ് 7 പ്രാവശ്യം അയാൾ സ്പീച്ച് നടത്തിയപ്പോഴും മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് S&P 2% മൂവ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല US 10-year ബോണ്ട് ഈൽഡ് ഏതാണ്ട് ആവറേജ് 21 ബേസിസ് പോയിന്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. ഡോളർ ഏതാണ്ട് 1.4% മൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ജാക്സൺ ഹോൾ സിമ്പോസിയം എന്നല്ല, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഭയങ്കരമായിട്ട് ഇക്വിറ്റി മാർക്കറ്റിനെയും ബോണ്ട് മാർക്കറ്റിനെയും ഈ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു നോർമൽ കണ്ടീഷനിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ജാക്സൺ ഹോൾ സിമ്പോസിയത്തിൽ ഈ പറയുന്ന പോലെ ജെറോം പവൽ ഒരു റേറ്റ് കട്ട് അനൗൺസ് ചെയ്തേനെ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തേനെ. ബട്ട് ഇതിപ്പോൾ മോർ ഓർ ലെസ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി. ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ലീസ കുക്ക് എന്ന് പറയുന്ന ഒരു ഗവർണറിൻ്റെ അടുത്ത് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അത് ട്രംപിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ? അതായത് ഇങ്ങനത്തെ ആൾക്കാർ മാറുകയാണെങ്കിൽ അതായത് അദ്ദേഹത്തിന് ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ ഫെഡിൻ്റെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഗവർണേഴ്സ് കൂടുതലും ഒപ്പോസിഷൻ പാർട്ടിയുടെയാണ്. അത് എൻ്റെയിലാക്കിയാൽ മാത്രമേ എനിക്ക് വേണ്ടപ്പെട്ട ആളെ ഈ ഫെഡ് ചെയർമാനാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭൂരിപക്ഷം ഏറ്റെടുക്കുക എന്നുള്ള രീതിയിൽ പറയും പോലെയാണ് ഓരോ ഗവർണറിൻ്റെ പുറകിലും ഇപ്പോൾ ഈ ലിസ കുക്കിൻ്റെ പുറകിലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു പൊളിറ്റിക്കലായിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിൽ ഇപ്പോൾ ജെറോം പവലിനെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തിന് ഒരു സ്റ്റിൻഡ് ഇല്ല ഫെഡ് ഗവർണറായിട്ട്. അപ്പോൾ ഇനി അദ്ദേഹവും വാശിയെടുക്കാൻ അദ്ദേഹത്തെ ഒരുപാട് ചൊറിഞ്ഞു എന്നുള്ളതാണ് ട്രംപ്. അപ്പോൾ ഇനി ഇപ്പോൾ അദ്ദേഹം കട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് ട്രംപിനെ പേടിച്ചിട്ടുള്ള ഒരു ഫെഡ് ചെയർമാൻ ആണ് എന്നുള്ള ഒരു റെപ്യൂട്ടേഷൻ അയാൾക്ക് കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഒരു പേടിയുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അയാൾ റിസൈൻ ചെയ്തു പോകും. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പേഴ്സണൽ, ഒന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം റിസൈൻ ചെയ്തു പോകും. മിക്കവാറും റേറ്റ് കട്ട് പറയാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അദ്ദേഹം നല്ലൊരു രാജ്യസ്നേഹിയാണ്, ടാരിഫിൻ്റെ ഇമ്പാക്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റേറ്റ് കട്ട് ചെയ്യും. അപ്പോൾ പൊളിറ്റിക്സ് ആണോ പ്രൂഡൻസ് ആണോ അവിടെ വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആസ്പെക്ട് ആണ്. അതായത് റിസൈൻ ചെയ്യാനായിരുന്നു എങ്കിൽ അദ്ദേഹം ഈ താരിഫിൻ്റെ കേസ് പറഞ്ഞ് ട്രംപ് നിരന്തരം ഇദ്ദേഹവുമായിട്ട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് റിസൈൻ ചെയ്യേണ്ടതായിരുന്നു. ഇത്രത്തോളം കാര്യങ്ങളിലേക്ക് എത്തിക്കേണ്ടിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു റേറ്റ് കട്ടിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷണൽ റിസ്കിനുള്ള ഒരു എംഫസിസ് കൊടുക്കാനാണ് ഒരു ചാൻസ് എന്നാണ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതായാലും ഈ വീക്കെൻഡ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് US മാർക്കറ്റിൻ്റെയും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രാജക്ടറിയും ഏതാണ്ട് ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൂ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. കാര്യം നമ്മളിപ്പോൾ കൂടുതലും നമ്മുടെ മാർക്കറ്റ് ഏതാണ്ട് ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് ആണ് എന്ന് മാർക്കറ്റും മാർക്കറ്റ് പാർട്ടിസിപ്പൻസും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഔട്ട്ലുക്ക് അങ്ങനെയായി മാറി. അപ്പോൾ ഇപ്പോൾ വരുന്ന ബ്രോക്കറേജ് റിപ്പോർട്ട്സ് ഒക്കെ അങ്ങനെയായി. അതായത് അവിടെ റഷ്യ ഉക്രൈൻ പീസ് ടോക്സ് എങ്ങനെ പോവോ അതനുസരിച്ച് മാത്രമേ ഇനി നമുക്ക് US മാർക്കറ്റിലുള്ള ഇൻവോൾവ്മെന്റ് ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് സമാധാന ചർച്ചകൾ വളരെ സാവധാനം പോകുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് എങ്ങനെയാകും എന്നുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത്. അബ്സല്യൂട്ട്ലി. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലേക്ക് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ GST കട്ടുകളിലേക്ക് ഉള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ കൂടെ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെപ്പാടെ നമുക്കുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക്
റിസ്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ ഗാസയിലേക്ക് ഒരു അടുത്ത അറ്റാക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഗാസ സിറ്റി തന്നെ കംപ്ലീറ്റ് ആയിട്ട് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടെന്നുള്ള ഇത് ജിയോ പൊളിറ്റിക്സിന് വളരെ നല്ല കാര്യമില്ല. കാര്യം ഒരു വാർ എൻഡ് ചെയ്യാത്തത് ഒരിക്കലും ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഗ്ലോബൽ ട്രേഡ് സിസ്റ്റത്തിനും എക്കണോമിക്കും ഒന്നും നന്നായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ US മാർക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ടെക് ഹെവി സ്റ്റോക്സിൻ്റെ ഒരു ഭയങ്കരമായിട്ട് സെല്ലിംഗ് നടന്നു എന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇൻറ്റലൊക്കെ 7% അവർ വീണെന്ന് തോന്നുന്നു. ആപ്പിൾ ഏതാണ്ട് 2%, ആമസോൺ 1.8% വീണു. കഴിഞ്ഞ കുറേ കോൺസെക്യൂട്ടീവ് സെഷനുകളിലായിട്ട് റെക്കോർഡായിരുന്നല്ലോ. അതെ തീർച്ചയായിട്ടും അവിടെ ഒരു നമ്മൾ പറയുകയും ചെയ്തിരുന്നല്ലോ, നമ്മൾ 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്നല്ലോ റെഡ് ഹോട്ട് ആയിട്ടാണ് US മാർക്കറ്റിൽ ഈ ടെക്നോളജി സ്റ്റോക്സ് നിൽക്കുന്നത് എന്നുള്ള പറഞ്ഞിരുന്നു. 10-year US ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ ഒരു 4.29%, അതായത് -2 basis points ആണ്. ബ്രെന്റ് ക്രൂഡ് ഏതാണ്ട് ഒരു 2% ഇൻക്രീസ് ചെയ്ത് $67 per barrel എന്നുള്ള രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, നമ്മുടെ പത്രങ്ങൾ അധികം കവർ ചെയ്തില്ല എന്നുള്ള കാര്യം. അതായത് അതാണ് എനിക്ക് സംശയം. ഈ പറയുന്ന പോലെ അതായത് ട്രംപ് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനി മുതൽ എൻ്റെ അഡ്മിനിസ്ട്രേഷൻ സോളാറിനും വിൻഡ് എനർജിക്കും ഉള്ള പ്രോജക്റ്റിന് ഒരു പൈസയും കൊടുക്കില്ല എന്നുള്ള. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ ഡേയ്സ് ഓഫ് സ്റ്റുപ്പിഡിറ്റി ആർ ഓവർ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ സ്കാമാണ് സോളാറും വിൻഡ് പവറും. അതുമാത്രമല്ല ഈ സോളാറും വിൻഡ് പവറിനെയും പ്രോജക്ട്സ് കാരണം ഫാമേഴ്സിൻ്റെ ലാൻഡൊക്കെ അക്വയർ ചെയ്യണം. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ഇൻഡയറക്റ്റ് കളിയാണ് ഈ പറയുന്ന സോളാർ പ്രോജക്റ്റ് ഒക്കെ എന്ന രീതിയിൽ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനെ ലൈറ്റായിട്ട് എടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു എന്നുള്ള നമുക്കിപ്പോൾ പല പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, എഗ്രി ചെയ്യുന്നവരുണ്ട്, ഡിസഗ്രി ചെയ്യുന്നവരുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അതിന് ഇത്തിരി സീരിയസ് ആയിട്ട് കാണുന്ന കാര്യമൊന്നുമില്ല. ഞാൻ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യത്തിലും ഒരു കാർട്ടൽ പ്ലേ ചെയ്യുന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ടോ എന്നുള്ളത്. അതിപ്പോൾ ഈ ഓൾട്ടർനേറ്റ് എനർജി എന്ന് പറയുന്ന കാര്യങ്ങളിൽ എനിക്കറിയില്ല അത് എത്രത്തോളം അതൊരു മെറ്റീരിയലൈസ് ചെയ്ത് വരുന്നുള്ളൂ. ബട്ട് അത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതിൻ്റെ സ്റ്റോക്സിലും ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്, നല്ല റിട്ടേൺ ഉണ്ടാക്കിയവരുണ്ട്. നമ്മളത് പറയാൻ ചെറുതാണെങ്കിലും ട്രംപ് വളരെ സീരിയസ് ആയിട്ട് അതിനെ എതിർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ രാവിലെ പത്രമാധ്യമങ്ങളിൽ വരേണ്ട ഒരു ന്യൂസ് അല്ലേ ഇത്. ഇതിനെക്കുറിച്ചൊരു കവറേജും കൊടുത്തിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. എനിവേ ഇപ്പോൾ നമുക്കൊരു കാര്യം നടക്കുകയാണെങ്കിൽ 2 വശം ഉണ്ടല്ലോ. ചിലപ്പോൾ ചിലവർ പറയുന്നത് ശരിയാവാം, ചിലപ്പോൾ ചിലവർ പറയുന്നത് തെറ്റാവാം. ഇത് രീതിയിൽ നമ്മൾ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിഫ്റ്റി ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ മാർക്കായിട്ടുള്ള ഒരു 25,000 ക്രോസ് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ലാസ്റ്റ് 6 ദിവസമായിട്ട് നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഈ മൈൻസ് ആൻഡ് മിനറൽസ് അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയല്ലോ. അതിൽ ഈ പ്രൈവറ്റ് ഫേംസിനും കൂടി ഇനി പറയുന്ന പോലെ മൈനിങ് ചെയ്യാം, അതായത് ലിത്യം, കോബാൾട്ട്, റെയർ എർത്ത് ഒക്കെ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. നമ്മൾ 2-3 മാസമായിട്ട് നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയുള്ള ലോകത്തിൻ്റെ ഈ പറയുന്ന പോലെ ഒരു ഗ്രോത്തിന്, ടെക്നോളജിക്കൽ ഗ്രോത്തിന് റെയർ എർത്ത് മിനറൽസ് ആൻഡ് മാഗ്നറ്റ്സ് പിന്നെ പോട്ടെ കാര്യം ക്രിട്ടിക്കൽ മിനറൽസ് അതിൻ്റെ ഓക്സൈഡ്സിൽ നിന്നാണല്ലോ മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റെയർ എർത്ത് മിനറൽസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു ആക്സസ് കിട്ടുക, ലോ കോസ്റ്റ് ആയിട്ടുള്ള ആ പ്രോഡക്റ്റ് റോ മെറ്റീരിയലിന് ആക്സസ് കിട്ടുക എന്നുള്ളത് ഫ്യൂച്ചർ ഗ്രോത്ത് ആയിട്ടുള്ള പല ഇൻഡസ്ട്രിക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഇവിടെയാണ് ആ ചൈനയ്ക്ക് ഉണ്ടായിരുന്ന സ്ട്രോങ് ഹോൾഡ് അമേരിക്കയ്ക്ക് എഗെയിൻസ്റ്റ് എന്നും നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങൾക്ക് ഏതാണ്ട് നല്ല രീതിയിൽ ഇന്ത്യയിൽ നല്ലൊരു റിഫോംസ് നടക്കുന്നു എന്നുള്ളതാണ്. അതായത് മൈൻസ് ആൻഡ് മിനറൽസ് അമെൻമെൻറ്റ് ബിൽ ദാറ്റ് ഗിവ്സ് പെർമിഷൻ ടു പ്രൈവറ്റ് കമ്പനീസ് to get into mining which is fairly good എന്നുള്ള. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് അവിടെ കാണാം. അതായത് ഇവിടെ തന്നെ മൈനിങ് തുടങ്ങുന്നു, പുറത്ത് പോയി കമ്പനീസിനെ അക്വയർ ചെയ്യുന്നു. ഇനിയിപ്പോൾ അതിന് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കൊടുക്കുമോ ഇനി ഫോളോ അപ്പ് ആയിട്ടെന്ന് അറിയില്ല, എങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശരിക്കും പറഞ്ഞാൽ കുറേ സ്റ്റോക്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളത്. അതായത് NMDC, GMDC, OMDC, പെർമനൻറ്റ് മാഗ്നറ്റ്സ്, അതുകൂടാതെ ടേഗ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ മൈനിങ് കമ്പനി, മൈനിങ് പ്രോഡക്ട്സ് ഇത് മെഷീൻസിനൊക്കെ ലൈനിങ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട് ടേഗ, TEGA. ആ കമ്പനിക്കൊക്കെ ഇതൊരു ബെനിഫിഷ്യൽ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ പ്രോട്ടിയാൻ ഗവേണൻസ് ടെക്നോളജീസ് ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നു 2225 രൂപ വരെ പോയിരുന്ന സ്റ്റോക്ക് ഏതാണ്ട് നല്ലൊരു കറക്ഷൻ കഴിഞ്ഞ് 870 രൂപ 700 ചില്ലുവാനൊക്കെ വരെ വന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. ആ സ്റ്റോക്കിൽ ശരിക്കും പറഞ്ഞാൽ ആ പാൻ പ്രോജക്റ്റിന് രണ്ടാമത് അവർക്ക് ആ
ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുള്ളൊരു ന്യൂസ് ആണല്ലോ ആ സ്റ്റോക്കിനെ ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്തതെന്നുള്ളത്. ബട്ട് ആ സ്റ്റോക്സ് ഒന്ന് വാച്ച് ഔട്ട് ചെയ്തോളൂ. ഞാനത് മനസ്സിലാക്കിയത് എനിക്ക് പരിചയമുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് സർക്കിൾസിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള, ഞാൻ പേര് പറയുന്നില്ല കാര്യം എൻ്റെ കയ്യിൽ മെറ്റീരിയൽ എവിഡൻസ് ഒന്നുമില്ല, അപ്പോൾ ഇതൊരു റൂമറായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം, ഇത് നടക്കണമെന്നൊന്നുമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ ആ സ്റ്റോക്കിൽ കയറിയിട്ടുണ്ടെന്നുള്ളത്. വളരെ സ്ട്രോങ്, അതായത് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് കേട്ടോ, അതായത് ഒരു കമ്പനിക്ക് വാല്യൂ ഉണ്ട് എന്ന് മാത്രം കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 2-3 ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് അതിനകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റോക്ക് 15% അങ്ങോട്ട് കയറി തോന്നും. അപ്പോൾ അവരുടെ ബൈയിങ് ആണ് അത് കയറിയതെന്നാണ് പൊതുവേ വന്നിരിക്കുന്ന ഒരു ന്യൂസ്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടിയതാണ്. പക്ഷേ ഇത് നിർബന്ധമില്ല അത് ശരിയാവണം, ചിലപ്പോൾ റൂമറായി തന്നെ അവസാനിച്ചേക്കാം. ജസ്റ്റ് ടേക്ക് ഇറ്റ് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ അറിഞ്ഞത് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ, കാര്യം ഇന്നും ഒരു അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കമ്പനിക്ക് ഒരുപാട്, അതായത് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ പാൻ പ്രോജക്റ്റ് ഇല്ലെങ്കിൽ കൂടെ ആ കമ്പനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും അതിൻ്റെ കേപ്പബിലിറ്റീസും സ്കിൽസും ഒക്കെ വളരെ വലുതാണ് എന്നുള്ള രീതിയിൽ പല റിപ്പോർട്ടുകളും ഞാൻ വായിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല നിഫ്റ്റിക്ക് റീജിഗ് വരുന്നുണ്ട്. പോസിബിൾ എൻട്രൻസ് മിക്കവാറും മാക്സ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസും ഈ പറഞ്ഞ പോലെ ഇൻഡിഗോവും ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ഷ്രിംസിന് പോസിറ്റീവ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോൾ പല എക്സ്പോർട്ട്സും സ്റ്റക്ക് ആയതുകൊണ്ട് അറിയില്ല. അതായത് US FDA അഡ്വൈസ് ചെയ്തിരിക്കുന്നത് വാൾമാർട്ടിൽ വെച്ചിരിക്കുന്ന പ്രത്യേക ബാച്ച് ഓഫ് ഷ്രിംപിന് ചെറിയ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അതിൻ്റെ ട്രേസ് അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യ അയച്ചാണെന്ന് തോന്നും, അതിനെ കംപ്ലീറ്റ് എടുത്തു മാറ്റാനായിട്ടുള്ള ഓർഡറിങ് ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ടാരിഫൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നല്ലൊരു എൻട്രിയാണ് ഇന്ത്യൻ ഷ്രിംപ് എക്സ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഫ്രോസൺ ഫുഡ് എക്സ്പോർട്ടേഴ്സ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കമ്പനി അവന്തി ഫീഡ്സും ഈ പറഞ്ഞ പോലെ ഫ്രോസൺ ഫുഡ്സ് ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺവേർഡ് സപ്പോർട്ടായിട്ട് വരുന്നത് 24,900. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,800 ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. നമുക്കൊരു അപ്വേർഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 25,150. അത് കഴിഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് 25,250. ഇതൊക്കെ മീനിങ് ഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ട്രെൻഡ് തിരിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ് ജാസ്മിൻ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ലൈവ് അപ്ഡേറ്റിന് പോകുന്നതിന് മുമ്പേ, അതായത് നമ്മൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെ റഷ്യയായിട്ടൊരു നല്ല ബന്ധം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യണം. നമ്മൾ കൂടുതൽ ഈ ഫോറിൻ അഫയേഴ്സിനെക്കാട്ടിലും ഫോറിൻ അഫയേഴ്സ് വഴി എക്കണോമി വഴി മാർക്കറ്റ്സിൽ എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ സാധാരണ നമ്മുടെ ഈ ഡെസ്കിലിരുന്ന് നമ്മൾ സാധാരണ അനലൈസ് ചെയ്യാം. ചിലത് ശരിയാവാറുണ്ട്, ചിലത് തെറ്റാവാറുണ്ട്. നമ്മൾ ഈ ചൈനീസ് ഇൻവോൾവ്മെൻറ്റ് കാരണം ഈ ന്യൂ ഏജ് ടെക്നോളജി സ്റ്റോക്സിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ റഷ്യൻ ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ആണ്. ഞാൻ ഇന്നലെ വായിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് റൊമാൻ ബാബുഷ്കിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് അദ്ദേഹം റഷ്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനാണ്, അതായത് സീനിയർ എംബസി ഡിപ്ലോമാറ്റാണ്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നടത്തിയിരിക്കുന്നത്. എനിക്കൊന്നും പല പത്രങ്ങളും അത് കവർ ചെയ്തായിരിക്കും. അതായത് സാങ്ഷൻസ് ആൻഡ് ടാരിഫ് ഓൺ ഇന്ത്യ ഈസ് അൺജസ്റ്റിഫൈഡ് എന്നാണ്. അതായത് സാങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്നാണ്. അതായത് അദ്ദേഹം പറഞ്ഞ ഒരു നാഷണൽ ഇൻട്രസ്റ്റിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ടാരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സാങ്ഷൻസ് പറഞ്ഞാൽ ഞങ്ങൾ അതിനോട് ഒരിക്കലും, ഞങ്ങൾ അതിൻ്റെ ഒരു വിക്റ്റിമാണ്. ഒരുപാട് സാങ്ഷൻസ് ഞങ്ങൾക്കെതിരെ വന്നിട്ടും ഞങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ കൂടെ തന്നെയാണ്, ഇന്ത്യ മാറ്റേഴ്സ് വെരി മച്ച് ടു റഷ്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്കറിയാം ഈ പറയുന്ന പോലെ ഇന്ത്യ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നതെന്നും US-ലേക്ക് ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്തിരുന്ന രാജ്യങ്ങളാണെന്നും അതൊക്കെ നന്നായിട്ട് റെസ്ട്രിക്ഷൻസ് വന്നു എന്നുള്ള കാര്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് കാരണം ഞങ്ങൾ ഇന്ത്യയായിട്ട് കൂടുതൽ ട്രേഡ് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. വി വെൽക്കം മോർ ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി വി വെൽക്കം, നമ്മുടെ എക്സ്പോർട്സ് ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതിനുള്ള ഒരുപാട് ബാരിയേഴ്സും കൂടെ അവർ മാറ്റുന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് ഇന്ത്യയും റഷ്യയും മാറുന്നു എന്ന് വേണം കരുതാനായിട്ട്. അല്ല, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ റഷ്യയിലൊക്കെ യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ, ഞാൻ ഒരുമാതിരി റഷ്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ടെന്നുള്ള നമ്മൾ നോക്കുമ്പോൾ റഷ്യ വളരെ മിലിറ്ററി പവറാണ്, നാച്ചുറൽ റിസോഴ്സിലൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിലും റഷ്യയ്ക്ക് ഒരു ഹൈ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വരാത്തൊരു കൺട്രിയാണ്. ഒരുപാട് ശരിക്കും നമ്മൾ അവിടെ പോകുമ്പോൾ, നമ്മുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോൾ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. ചൈനീസ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഇന്ത്യൻ പ്രോഡക്ട്സിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഷെൽഫ് കാണുന്നുണ്ട് എന്നുള്ള. ഇന്ത്യൻ കമ്പനീസിൻ്റെ സർവീസസിനും അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ടേക്കേഴ്സ് ഉണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അതൊരു വലിയ രീതിയിലുള്ള ഒരു ക്യാച്ച് ആയിരിക്കാൻ ചാൻസ്. ഇപ്പം നമ്മൾ റഷ്യയായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്തൊക്കെ നല്ല ബന്ധമുണ്ടായത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ സോവിയറ്റ് കൾച്ചറൽ സെൻറ്റർ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള. അവിടെ ഫിലിം ഷോസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ഡ്രാമ
ആർട്ടിസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, നല്ല രീതിയിലുള്ള കൾച്ചറൽ ഇൻട്രാക്ഷൻസ്. എന്തിനാണ് നമ്മൾ റഷ്യയിൽ പലയിടത്തും പോകുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ പണ്ട് എനിക്കിപ്പോൾ 51 വയസ്സ് കഴിഞ്ഞു എന്നുള്ള, ഇപ്പോൾ മിഥുൻ ചക്രവർത്തി ഭയങ്കര വലിയൊരു ആക്ടറായിരുന്നു. ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിലെ പാട്ടുകൾ നമ്മളെ കാണുമ്പോൾ അവിടുത്തെ റഷ്യയിലെ കടകളിൽ ആൾക്കാർ പാടും. നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും അമിതാഭ് ബച്ചനെയും ഷാറുഖ് ഖാനും ഒന്നും വലിയ പിടിയില്ല. അവർക്ക് അന്നത്തെ മിഥുൻ ചക്രവർത്തിയാണ് അറിയാമെന്നില്ല. കാര്യം അന്നൊക്കെ മൂവീസ് അവിടെ റിലീസ് ചെയ്തിരുന്നു. രാജ് കപൂറിനെയൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു റഷ്യയിൽ എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയായിട്ട് നമുക്കൊരു പഴയ ബന്ധമുള്ള കൺട്രിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ 4th ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ് കേട്ടോ. അത് മാത്രമല്ല, റഷ്യ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയായിട്ടുള്ള ബന്ധം ഞങ്ങൾ കുറച്ചുകൂടി നന്നാക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇനിയും ഇന്ത്യ വാങ്ങിക്കാൻ തയ്യാറെടുത്തോളം കാലം തന്നെ ഞങ്ങൾ ഓയിൽ സപ്ലൈസ് ഇന്ത്യക്ക് കൊടുക്കും. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സ്മാർട്ടായിട്ടാണ്. കാര്യം അവർക്ക് ഈ വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അത് മാത്രമല്ല, ഞാനിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അവരൊരു അഡീഷണൽ 5% ഡിസ്കൗണ്ടും കൂടെ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ അവരൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങൾ ചിലപ്പോൾ മിക്കവാറും ഈ കാര്യങ്ങൾക്ക് റുപ്പി പേയ്മെൻറ്റ്സും കൂടി എടുക്കും എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ ബ്രിക്സിന്, ഇപ്പോൾ അമേരിക്ക ഫെയർ ചെയ്യുന്ന കാര്യം എന്താ, ഇപ്പോൾ ബ്രിക്സ് നേഷൻസ്, ഈ ബ്രിക് നേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ശരിക്കും പറഞ്ഞാൽ അവർ 33.9% ഓഫ് എർത്തിൻ്റെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന രാജ്യങ്ങളാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അതായത് 45% ഓഫ് ഗ്ലോബൽ വീറ്റ് പ്രൊഡക്ഷനാണ് ബ്രിക്സ് പ്ലസ് കൺട്രീസ് ഉള്ളത്. 24.5% ഓഫ് ടോട്ടൽ എക്സ്പോർട്ട് വോളിയം ബ്രിക്സ് കൺട്രി ആണെന്നുള്ള. 36.7% ഓഫ് ഗ്ലോബൽ GDP ബ്രിക്സ് പ്ലസ് കൺട്രീസ് ആണെന്നുള്ളതാണ്. 45% ഓഫ് പോപ്പുലേഷനും ബ്രിക്സ് കൺട്രീസ് ആണ്. 33% ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും ബ്രിക്സ് കൺട്രീസ് ആണ്. അപ്പോൾ ബ്രിക്സ് കൺട്രീസ് എന്ന് പറയുന്നത് നിയർ ടു ഹാഫ് ഓഫ് വേൾഡിൻ്റെ എല്ലാ കാര്യങ്ങളും കയ്യിലിരിക്കുന്ന രാജ്യങ്ങളാണ്. ഇവരെല്ലാം കൂടെ ഡോളറിന് പകരം വേറൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എന്നും നമ്മൾ കോൺട്രവേഴ്സ്യലായിട്ട് മാർക്കറ്റിൽ സംസാരിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഡോളറിൻ്റെ ഹെജിമണി പോവുമോ എന്നുള്ളതാണ്. പക്ഷേ അതിന് വേറൊരു സ്കൂൾ ഓഫ് തോട്ടും കൂടെ പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നുണ്ട് US. അതുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി അവർ വളർത്തിയെടുക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ, ഒരു സ്റ്റാൻഡും എടുക്കാതിരുന്നപ്പോൾ, അമേരിക്ക പതുക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ലീഗലൈസ് ചെയ്ത് ഒരുപാട് കമ്പനികളെ പ്രൊമോട്ട് ചെയ്ത് ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ റിയൽ മണി ഗെയിമിങ്ങിൻ്റെ കാര്യമുണ്ടല്ലോ, ഇന്നലെ അതിൻ്റെ ബില്ല് ഇന്നലെ പാർലമെൻറ്റിൽ പാസ്സായിരുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നസാര ടെക്കൊക്കെ ഏതാണ്ട് 12%, 13% ഡൗൺ ആയിരുന്നു. ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ പറഞ്ഞത് ഡെൽറ്റ കോർപ്പറേഷൻ ചിലപ്പോൾ എഫക്ട് ചെയ്യാൻ കാര്യം, പക്ഷേ ഡെൽറ്റ കോർപ്പറേഷൻ +1% ക്ലോസ് ചെയ്തെന്നുള്ള കാര്യം. ചിലപ്പോൾ നസാര തന്നെ നോക്കുകയാണെങ്കിൽ നസാര ഏതാണ്ട് 46% മൂൺഷൈൻ ടെക്നോളജീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മൂൺഷൈൻ ടെക്നോളജീസ് എന്ന് വെച്ചാൽ പോക്കർ ബാസി എന്ന് പറയുന്ന ഗെയിമിൻ്റെ മദർ കമ്പനിയാണ് മൂൺഷൈൻ ടെക്നോളജീസ്. അതിൽ 46% ഏതാണ്ട് 1000 കോടി എങ്ങാണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ബട്ട് ഈ പോക്കർ ബാസി എന്ന് പറയുന്നത് ഒരു രീതിയിൽ പ്രോഫിറ്റും ഉണ്ടാക്കുന്നില്ല. ഒരു നെഗറ്റീവ് ലോസ് മേക്കിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഇവരുടെ ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റിലേക്ക് നസാരയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് സ്റ്റോക്ക് താഴെ പോയി എന്നുള്ള കാര്യം കറക്റ്റാണ്. ഇത് നസാരയ്ക്ക് നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ നെഗറ്റീവ് ആണെന്ന് പറയാം. പക്ഷേ അവർ ഇപ്പം നോക്കുകയാണെങ്കിൽ, അവർ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ റിയൽ മണി ഗെയിമിങ്ങിൽ അവർ ഇൻവോൾവ് അല്ല എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഡെൽറ്റ കോർപ്പിനെ സംബന്ധിച്ചോളം ഡെൽറ്റ കോർപ്പിനും ഈ റിയൽ മണി ഗെയിമിംഗ് ഇല്ലെന്ന് തന്നെ പറയാം. കാര്യം അവർക്കൊരു സ്റ്റേക്ക് ഉണ്ടായിരുന്നു അഡ 52 എന്ന് പറഞ്ഞൊരു പോക്കർ കമ്പനി. അത് അവർ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 2025 അവർ വിറ്റു എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കാര്യത്തിന് ഇമോഷണലായിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് തിരിഞ്ഞു വരും എന്നുള്ള. എനിക്കറിയില്ല ഇന്നിപ്പോൾ നസാര എങ്ങനെയാണ് അത് പെർഫോം ചെയ്തേക്കുന്നത്. 8% ഇടിവിലാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള. ബട്ട് വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ ആ പൈസ ഉണ്ടല്ലോ, അതായത് ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ 1500 കോടിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വയ്ക്കുക ഒരു റിയൽ മണി ഗെയിം. ആ കമ്പനി ഏതായാലും പോസിറ്റീവ് പ്രോഫിറ്റ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് ലോസിലാണെങ്കിൽ ഇവരുടെ ഇമ്പാക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. പക്ഷേ ബാലൻസ് ഷീറ്റിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത 1500 കോടിയുണ്ട്. ഈ 1500 കോടി പോകുന്നതെന്ന് വിചാരിക്കാം, അതിനേക്കാൾ ഇരട്ടി ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൽ പോയി കാണും. മനസ്സിലായി, മാർക്കറ്റ് ക്യാപ്പിൽ പോയി കാണും. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഈ പറഞ്ഞ പോലെ നസാര ടെക്ക് ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രോട്ടിയാൻ ഈ ഗവേണൻസ് ടെക്നോളജിയിൽ വരുന്നില്ലേ, അതേപോലുള്ള നല്ല കാര്യം ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. സുരേഷ് സർ, നമ്മൾക്ക് ഇനി ഏതായാലും സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട്. ജാസ്മിൻ, നമ്മൾ പൊതുവേ ഒരു സെയിങ് ഉണ്ട്, എലിഫൻറ്റ്സ് കാൺ ഡാൻസ്. അതായത് എലിഫൻറ്റ്സ് കാൺ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നത് എലിഫൻറ്റ് എന്ന് പറയുന്ന ഒരു ആനിമലിന് ഡാൻസ് കളിക്കാൻ വലിയ താല്പര്യമില്ല. അത് മാത്രമല്ല അതിൻ്റെ സൈസ് അതിനെ ലിമിറ്റ് ചെയ്യും. അതായത് ആ മാനൂവറിങ്ങും ആ സ്റ്റെപ്സ് ഒന്നും എടുക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ഇതൊരു ഇഡിയം പോലെ നമ്മൾ പല സന്ദർഭങ്ങളിലും അത് യൂസ് ചെയ്യാറുണ്ട്, എലിഫൻറ്റ്സ് കാൺ ഡാൻസ്. അതായത് വലിയൊരു സാധനത്തിന് അധികം രീതിയിൽ അനങ്ങാൻ പറ്റില്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് എലിഫൻറ്റ്സ് കാൺ ഡാൻസ് എന്ന് പറയാം. നമ്മളൊരു ബുക്കുണ്ട്, ഹൂ സെയ്സ് എലിഫൻറ്റ്സ് കാൺ ഡാൻസ്. ആര് പറയുന്നു എലിഫൻസിന് ഡാൻസ് ചെയ്യാൻ പറ്റില്ല? അത് ബേസിക്കലി ആ ബുക്ക് പറയുന്ന ആരെക്കുറിച്ചെന്നല്ലോ, ലൂയിസ് ഗേൺസ്റ്റർ എന്ന് പറഞ്ഞൊരു IBMൻ്റെ പഴയ ഒരു CEO ഉണ്ട്.
അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയാണ് ഹൂ സേസ് എലിഫൻറ്റ്സ് കാൺ ഡാൻസ് എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ അടിസ്ഥാനം. അതായത് ഇപ്പോൾ IBM എന്ന് പറയുന്ന ഒരു വലിയൊരു ലാർജ് എലിഫൻ്റ് പോലെ ഒരു ഭയങ്കര വലിയൊരു ടെക്നോളജി കമ്പനിയാണ്. ആ ടെക്നോളജി കമ്പനി ഒരിടയ്ക്ക് വന്നിട്ട് കുറച്ചൊന്ന് സ്റ്റാഗ്നൻ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്ട്രാറ്റജൈസ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടുവരാൻ ഈ ലൂയിസ് കൊണ്ടുവന്ന ഈ പറയുന്ന പോലെ എന്താ ഒരു ലീഡർഷിപ്പ്, ഒരു സ്ട്രാറ്റജി, ഒരു കൾച്ചറിനെയൊക്കെ ഭയങ്കര രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കാണ് ഹൂ സേസ് എലിഫൻറ്റ്സ് കാൺ ഡാൻസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് വലിയ വലിയ കമ്പനികളിൽ നടക്കുമ്പോൾ അതിനെ മെൻഷൻ ചെയ്യാനും നമ്മൾ ചോദിക്കാറുണ്ട്. സാധാരണ ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് ഹൂ സേസ് എലിഫൻറ്റ്സ് കാൺ ഡാൻസ് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഷോ അവതരിപ്പിച്ചതിന് ശേഷം നമ്മൾ മാർക്കറ്റിലെ പല കാര്യങ്ങളും റിസർച്ച് ചെയ്തും വായിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് തന്നെ പലർക്കും ഈ പറയുന്ന പോലെ പല സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 25 years ഓഫ് എക്സ്പീരിയൻസ് അതിലുള്ളതുകൊണ്ടും നമ്മളെപ്പോൾ നോക്കിയാലും നമ്മൾ വായനയിൽ ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും അടുത്ത കാലത്ത് നോക്കിയത് ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെക്കാട്ടിലും ഈ വലിയ വലിയ ലാർജ് കമ്പനികളിൽ എങ്ങനെയാണ് പുതിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് വരുന്നതെന്നുള്ളത്. അപ്പോൾ IBMൻ്റെ ആ ഒരു കഥയൊക്കെ നമ്മൾ ഒരു അടിസ്ഥാനമാക്കി നമ്മൾ നോക്കാൻ നേരത്ത് ഈ ലാർജ് നമ്മൾ ഇന്നലെയും പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു കേപ്പബിലിറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ യോജിച്ചു വരുന്നത് ഇന്ത്യൻ കമ്പനീസിലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനീസ് ആയിരിക്കാം. ആ സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിവിഷൻ ആയിരിക്കാം ഇനി ഒരു പക്ഷേ ആ കമ്പനികളുടെ ഗ്രോത്ത് കാണിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സർവീസസോ മെയിൻ്റനൻസോ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇനിയുള്ള ഒരു ഗ്രോത്ത് ട്രാജക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ വക പുതിയ ഒരു വെർട്ടിക്കലായിരിക്കാം ആ കമ്പനികളുടെ, അതായത് എലിഫൻ്റ് പോലത്തെ വലിയ വലിയ ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്കിനെയൊക്കെ ഇനി മുന്നോട്ട് നയിക്കുന്നത് ഈ ഒരു പുതിയ ഡിവിഷൻ ആയിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ആ ആംഗിളിൽ കൂടി ഞാൻ പല വലിയ കമ്പനികളെ നോക്കിയപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കമ്പനി തോന്നി. ശരിക്കും പറഞ്ഞാൽ 2 കമ്പനി എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. മിക്കവാറും നമുക്ക് ഇന്ന് സമയം ഒരു കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൂ സേസ് എലിഫൻറ്റ്സ് കാൺ ഡാൻസ് എന്നുള്ള ഒരു പാർട്ട് 1 സ്റ്റോക്ക് നമുക്ക് ഇന്ന് പറയുകയും ഹൂ സേസ് എലിഫൻറ്റ്സ് കാൺ ഡാൻസ് എന്നുള്ളതിൻ്റെ പാർട്ട് 2 സ്റ്റോക്ക് നമുക്ക് നാളത്തെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം, ടൈമിൻ്റെ ഒരു പോസിറ്റീവ് കാരണം എന്നുള്ള. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുന്ന കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ശരിക്കും നമുക്ക് അറിയാലോ, ഓയിൽ ടു ടെലികോം ടു റീറ്റെയിൽ കൺഗ്ലോമറേറ്റ് ആണ് ഈ പറയുന്ന പോലെ റിലയൻസ്. ഇറ്റ് ഈസ് എ ഹ്യൂജ് കമ്പനി എന്നുള്ള അതിൻ്റെ ഈ കൊല്ലത്തെ സ്റ്റാർട്ടിൽ അതിൻ്റെ ഈ കൊല്ലം തുടങ്ങാൻ നേരത്ത് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഏതാണ്ട് 1210 രൂപയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് സ്റ്റോക്ക് ഏതാണ്ട് 18 തൊട്ട് 20% കയറിയിട്ട് 1430 രൂപ 40 രൂപ റേഞ്ചിലാണ് അത് ട്രേഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ 2025 ഏതാണ്ട് 18-20% അത് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ 2024 ഒരു വാഷ് ഔട്ട് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് 19 ലക്ഷം കോടി, അതായത് ഇന്ത്യയിലെ ലാർജസ്റ്റ് കമ്പനിയാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. 19 ലക്ഷം കോടി. അപ്പോൾ ഇതിനകത്ത് പ്രൊമോട്ടറായിട്ടുള്ള മുകേഷ് അംബാനി അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യം, വി വുഡ് ലൈക്ക് ടു ഡബിൾ ദിസ് കമ്പനി ഇൻ ദ നെക്സ്റ്റ് 5 years. അതായത് 19 ലക്ഷത്തിൽ നിന്ന് 38 ലക്ഷത്തിലേക്കുള്ള ഒരു ജേണി അടുത്ത 5 കൊല്ലത്തിലേക്ക്. നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇത്രയും ബിഗ് ലാർജ് കൺഗ്ലോമറേറ്റ് കമ്പനിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരൊരു ഗൈഡൻസ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എത്താനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല അവർക്ക് അതിൻ്റേതായ മൈറ്റ് ഉണ്ട്. അതായത് ഈ പുതിയ പുതിയ ടെക്നോളജികളിലേക്ക് ഇറങ്ങാനായിട്ട് അവരുടെ കയ്യിൽ കാശുണ്ട്. അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ബാങ്കും കാശ് കൊടുക്കും, ആരായിട്ട് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം, ഗവൺമെൻറ് സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ബെഹമത്തായിട്ടുള്ളൊരു കമ്പനി ഒരു ഗൈഡൻസ് തരുമ്പോൾ നമ്മളത് കാണാതെ പോകരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ റിലയൻസിനെയൊക്കെ പലപ്പോഴായിട്ട് സ്പോട്ട്ലൈറ്റ് കവർ ചെയ്ത് കാണും. പക്ഷേ ഞാൻ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ, അതായത് ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നു അല്ലേ, ചൈനയായിട്ടും നന്നായി വരുന്നു, റഷ്യയായിട്ട് നന്നായിട്ട് വരുന്നു. റഷ്യ വലിയൊരു ഓയിൽ പാർട്ട്ണറാണ് ഇന്ത്യ. അവിടെയൊക്കെ റിലയൻസിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം റിലയൻസ് അത് റിഫൈൻ ചെയ്യുന്നുണ്ട്. കാര്യം റഷ്യയിൽ നിന്നുള്ള ഈ ഉറാൽ ക്രൂഡ് റിഫൈൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ റിലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് 5 കൊല്ലം കൊണ്ട് ഇത് ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൻ്റെ 44 ലക്ഷം ഷെയർ ഹോൾഡേഴ്സിന് എന്ത് വെൽത്ത് ക്രിയേഷനാണ് കിട്ടുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം എന്നുള്ള. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ 29-ാം തീയതി, അതായത് ഇവിടുന്ന് 8 ദിവസം, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ മുകേഷ് അംബാനി അല്ലെങ്കിൽ പ്രൊമോട്ടർ ഫാമിലി എന്താണ് പറയണത് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യമുണ്ട്. സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു വാല്യൂ അൺലോക്കിംഗ് സ്ട്രാറ്റജിയിലേക്ക് പോകും. കാര്യം നൗ ദാറ്റ് ദ ഗവൺമെൻറ് ഹാസ് കം അപ്പ് വിത്ത് ലോട്ട് ഓഫ് റിഫോംസ്, നൗ ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ്സ് ടു ആക്ട് അല്ലേ. RBI ആക്ട് ചെയ്തു,
RBI ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങി, ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു തുടങ്ങി. ഇനി കോർപ്പറേറ്റ്സ് ആണ് ചെയ്യേണ്ടതെന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കോർപ്പറേറ്റ്സിൻ്റെ സമയമാണ് എന്ത് ചെയ്യേണ്ടത്. അവിടെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഈ ലാർജർ കമ്പനീസ് തന്നെ ആയിരിക്കും എന്നുള്ള. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ജൂൺ ക്വാർട്ടർ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ മിക്സഡ് റിസൾട്ട് ആയിരുന്നെങ്കിലും ഈ മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്യണം എന്താണെന്നറിയോ, അതായത് നെക്സ്റ്റ് 3 to 4 ഇയേഴ്സിൽ അവർ ഏറ്റവും വലിയ ഗ്രോത്ത് ഡ്രൈവേഴ്സായിട്ട് മാറാൻ പോകുന്നത് ജിയോയും അവരുടെ ഈ റീറ്റെയിൽ ഡിവിഷനുമാണെന്നുള്ള. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ നമ്മൾ പല കാൽക്കുലേഷൻസ് നോക്കുമ്പോൾ ഇതൊരു അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരു IPO വരികയാണെന്നെങ്കിൽ ജിയോ ക്യാൻ ബി വാല്യൂഡ് അറ്റ് 11.94 lakh crore എന്നാണ് അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നത്. ജിയോ തന്നെ 12 ലക്ഷം കോടിയോളം വരും. റീറ്റെയിൽ ഏതാണ്ട് 9 ലക്ഷം കോടിയോളം വരും എന്നുള്ള. അപ്പോൾ റീറ്റെയിലും ഇതും കൂടെ ചേർന്ന് തന്നെ ഏതാണ്ട് 20 ലക്ഷത്തോളം ആവും എന്നുള്ള രീതിയിലാണ് അവർ പറയണമെന്നുള്ള. കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് എത്രയുണ്ട്? 19 ലക്ഷം കോടിയാണ്. അപ്പോൾ ഓയിൽ ബിസിനസ്സിന് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതൊക്കെ ഒരു ജസ്റ്റ് ബാക്ക് ഓഫ് ദി എൻവലപ്പ് കാൽക്കുലേഷൻ ആണ് കേട്ടോ. ഇതൊന്നും വന്നിട്ടില്ല, ലിസ്റ്റ് ചെയ്തിട്ടില്ല. ലിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാവുന്ന പോലും നമുക്കറിയില്ല എന്നുള്ള. CLSA, അതായത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രോക്കറേജുകളുടെ റിപ്പോർട്ടുകൾ ഞാനൊന്ന് ഇന്നലെ വായിക്കുകയായിരുന്നു. ഇപ്പോൾ CLSA പറയുന്നത് വെച്ചാൽ RIL, അതായത് റിലയൻസ് ഇൻഡസ്ട്രീസ് വളരെ നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യണത്. അവിടെ കിടന്നത് നല്ല രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അത് മാത്രമല്ല അതിൻ്റെ വാല്യുവേഷൻ കാണിക്കുന്നത് അതിൻ്റെ പല ഡിവിഷനും ഡിപ്രസ്ഡ് വാല്യുവേഷനിലാണ് കാണിക്കുന്നത് എന്നുള്ള. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 1650 രൂപയാണ്. ഇപ്പോൾ 1430 രൂപയുള്ളൂ എന്ന് ആലോചിക്കണം. ഏതാണ്ട് 10 to 12% ടാർഗറ്റ് പ്രൈസ് റേസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് റീറ്റെയിൽ ആൻഡ് ടെലികോം എന്ന് പറയുന്നത് ടോട്ടൽ കൺസോൾഡേറ്റഡ് EBITDA EBIDTAയുടെ ഏതാണ്ട് 54% കോൺട്രിബ്യൂട്ട് ചെയ്യണേ എന്നുള്ളതാണ്. ഇനി ഒരു 3-4 കൊല്ലം കൊണ്ട് ഈ നെറ്റ് ഓഫ് EBITDA ഗ്രോത്ത് കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ റീറ്റെയിലും ടെലികോമും ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ടിലാണെങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഒരുപാട് ക്യാപെക്സ് പ്ലാൻ ഉണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിന്. എന്നാൽ എന്താ പറയുക, നല്ല രീതിയിൽ അവർ ക്യാഷ് ഫ്ലോ ഉണ്ടാകും. കാര്യം അവരുടെ ഡെപ്റ്റ് ലെവൽ ഇപ്പോഴും കുറവാണ്. മെയിൻറ്റെയിനിങ് ഡെപ്റ്റ് ലെവൽ ടു EBITDA at 1 times എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പനിക്ക്. അത് കാരണം തന്നെ ഒരുപാട് ക്യാഷ് ഫ്ലോ ഈ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയണം. അപ്പോൾ ഗോൾഡ്മാൻ സാക്സ് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 1695 രൂപ. HSBC കൊടുത്തിരിക്കുന്നത് 4 കൊല്ലത്തിന് ശേഷമാണ് HSBC അവരെ അപ്ഗ്രേഡ് ചെയ്തതെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവർ പറയുന്നത് വെച്ചാൽ പിക്കപ്പ് ഇൻ ഡിജിറ്റൽ ബിസിനസ്, ടേൺ അറൗണ്ട് ഇൻ റീറ്റെയിൽ, സ്റ്റാർട്ട് ഓഫ് ന്യൂ എനർജി ബിസിനസ്, ബോഡ്സ് വെൽ ഫോർ RIL ആൻഡ് ദേ ഗിവ് എ ടാർഗറ്റ് ഓഫ് 1630 എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല വലിയ ഒരു ട്രിഗറായിട്ട് ഇതിനകത്ത് വരാൻ പോകുന്നത് ചിലപ്പോൾ ജിയോൻ്റെ IPO ആയിരിക്കും. അത് ചിലപ്പോൾ ഒരു 12-15 മാസത്തിനുള്ളിൽ ഒരു IPO വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവരെ ന്യൂ എനർജി ബിസിനസ്, അതായത് 3 ഡിവിഷൻസാണ് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത്. മാനേജ്മെൻറ്റ് ഗൈഡൻസും അതിൽ തന്നെയാണ്. റിലയൻസ് ജിയോ അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ ടെലികോം ബിസിനസ് അങ്ങനെ തന്നെ ഉണ്ട്. ഓയിൽ ബിസിനസ്സും നമുക്ക് നന്നായിട്ട് അറിയാം. മൂന്നാമത്തേന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ റീറ്റെയിലാണ്. റീറ്റെയിലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ബട്ട് ന്യൂ എനർജി ബിസിനസ്, അതായത് ട്രഡീഷണൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ നിന്ന് മാറി ന്യൂ എനർജി ബിസിനസ്സായ സോളാർ, ബാറ്ററി മാനുഫാക്ചറിങ്, ഹൈഡ്രജൻ എന്നിങ്ങനെ കാര്യങ്ങളിലേക്കുള്ള റിലയൻസിൻ്റെ ആ ഒരു കാൽവയ്പ് വലിയ രീതിയിൽ ഈ കമ്പനിയെ ബെനിഫിറ്റ് ചെയ്യുന്നു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഗൈഡൻസിലും അതാണ്, എല്ലാ ബ്രോക്കറേജ് റിപ്പോർട്ടിലും അതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ടാണ്. ആ ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ടിലാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇവരുടെ ക്യാപെക്സ് പ്ലാനൊക്കെ ഭയങ്കരമായിട്ട് അവർ കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടന്നിട്ടുണ്ട്. എന്നാൽ തന്നെയും ഈ ഡെറ്റ് ടു EBITDA എന്ന് പറയുന്നത് 1 ടൈമിൽ കീപ്പ് ചെയ്യണത് കാരണം ഇവരുടെ ഫ്രീ ക്യാഷ് ഫ്ലോ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അതൊരു വളരെ നല്ലൊരു കാൽക്കുലേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ടാർഗറ്റ് അച്ചീവബിൾ ആണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്സ് ഏതാണ്ട് 1600-1700 പലതും കൊടുത്തേക്കണം. അത് തന്നെ ഏതാണ്ട് ഒരു എന്താ പറയുക 12 to 15% ഒരു അപ്ഗ്രേഡ് ഉണ്ട്. അത് മാത്രമല്ല മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഇപ്പോൾ ഉള്ള റിലയൻസിൻ്റെ മുകളിൽ വേറൊരു റിലയൻസ് ഉണ്ടാക്കും. അതായത് ഇത്രയും കൊല്ലം ഉണ്ടാക്കിയ കമ്പനി എന്ന് പറയുന്നതാണ് 19 ലക്ഷം കോടി. അതിൻ്റെ മുകളിലേക്ക് 5 കൊല്ലം കൊണ്ട് 19 ലക്ഷം കോടിയുടെ വേറൊരു കമ്പനി എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കും. അങ്ങനെ ടോട്ടൽ 38 ലക്ഷം കോടിയാവുമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പം ഇവിടെയാണ് ശരിക്കും പറയുന്നത് നമ്മൾ ആ പറയുന്ന ഇഡിയം ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഹൂ സേസ് എലിഫൻസ് കാൺ ഡാൻസ്, എലിഫൻസ് ക്യാൻ ഡാൻസ് ടു ആൻഡ് റിലയൻസ് ഇസ് ആൻ എലിഫൻറ്റ് സെറ്റ് ടു ഡാൻസ് ഇൻ ദ നെക്സ്റ്റ് 5 ഇയേഴ്സ് എന്നുള്ള. ഇതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ടോ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടോ സോളിസിറ്റേഷൻ ആയിട്ടോ കാണാതിരിക്കുക. ഇതൊരു അക്കാഡമിക് പർപ്പസിനും വേണ്ടി
വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണമെന്നുള്ള. അപ്പോൾ ഹൂ സേസ് എലിഫൻസ് കാൺ ഡാൻസിൻ്റെ സെക്കൻഡ് സീരീസ് ഓഫ് സ്റ്റോക്ക് നമുക്ക് നാളത്തെ സ്പോട്ട്ലൈറ്റിൽ അവതരിപ്പിക്കാമെന്ന് പറയുന്നു. ഓവർ ടു യു ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ സംസാരിച്ചിട്ടുള്ള സ്റ്റോക്കുകളൊന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.